പാഠം 495 കടുവായെ കിടുവ പിടിക്കുമ്പോൾ. ഭാമേ, മണി 7:30 ആവുന്നു, ഇതുവരെ ചായ കിട്ടിയില്ല. ചായ റെഡിയാണ് മോഹനേട്ടാ. മോഹനേട്ടൻ വിളിക്കാത്തോണ്ട് കൊണ്ടുവന്നില്ലതല്ലേ ഉള്ളൂ. അതുകൊള്ളാം. കഴിഞ്ഞ 4-5 വർഷമായി എല്ലാ ദിവസവും രാവിലെ നീ ഉണ്ടാക്കുന്ന ചായയാണ് ഞാൻ കുടിക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴും രാവിലെ ചോദിച്ചാൽ മാത്രമേ നീ എനിക്ക് ചായ തരൂ. ഒരു ദിവസമെങ്കിലും ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ചായ കിട്ടിയിരുന്നെങ്കിൽ. എങ്കിലേ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ 4 മണിയാകുമ്പോഴേക്കും ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ മോഹനേട്ടനെ വിളിച്ചുണർത്താം. അതെങ്ങനെയുണ്ട്? കാര്യം പറയുമ്പോ തമാശ കേട്ട് കാര്യമില്ല. ചായ. അതെ മോഹനേട്ടാ, നമ്മുടെ വിദ്യാലക്ഷ്മിയില്ലേ, അവളെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. നാളെ അതിന്റെ ആധാരം. ആ തടിമില്ലിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന സ്ഥലമാ. 1 സെന്റിന് 1.5 ലക്ഷം രൂപയാ. ആ ഭാഗത്ത് സെന്റിന് 1.5 ലക്ഷം രൂപ അത്ര കൂടി വിലയൊന്നുമല്ല. പക്ഷെ ആധാരം എഴുതുമ്പോ സ്റ്റാമ്പ് ഡ്യൂട്ടി കുറയ്ക്കാനായി ആധാരത്തിൽ വില കുറച്ച് കാണിച്ച് സർക്കാരിനെ പറ്റിച്ചാൽ ആ ആധാരം പോക്കുവരവ് ചെയ്യാനായി വില്ലേജ് ഓഫീസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞേക്കും. നീ വിദ്യാലക്ഷ്മിയുടെ കൂട്ടുകാരി ആയതുകൊണ്ട് നിന്നെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ച് എന്നെ സ്വാധീനിക്കാമെന്ന് എന്തെങ്കിലും ഒരു ധാരണ വിദ്യാലക്ഷ്മിക്ക് ഉണ്ടെങ്കിൽ അത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. അവിടെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയിൽ താഴ്ത്തി ആധാരം രജിസ്റ്റർ ആക്കരുത്. എന്റെ മോഹനേട്ടാ, അതൊക്കെ വിദ്യാലക്ഷ്മിക്ക് അറിയാം. വിദ്യ എന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് തന്നെ ആ ആധാരം പോക്കുവരവ് ചെയ്യാതിരിക്കാൻ മോഹനേട്ടൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിയുണ്ടെന്നാണ് വിദ്യ പറഞ്ഞത്. പക്ഷെ മോഹനേട്ടാ, വിദ്യ വേറൊരു സഹായം ചോദിച്ചു. നാളെ ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള മുഴുവൻ കാശും അവളുടെ കയ്യിലില്ലെന്ന്. 2 ലക്ഷം രൂപയുടെ കുറവുണ്ടെന്ന് അവള് പറഞ്ഞത്. വിദ്യ എന്നോട് ചോദിക്കുക സഹായിക്കാൻ പറ്റുമോ എന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. സഹായിക്കാമെന്നുമല്ല ഞാൻ സമ്മതിച്ചാൽ ഇവിടെ വരുമ്പോ ഈ വില്ലേജ് ഓഫീസർ എന്നെ തട്ടിക്കളയുമെന്ന് എനിക്കറിഞ്ഞൂടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ വിദ്യ, കാശിന്റെ ഇടപാട് മാത്രം നടക്കില്ല, അക്കാര്യം പറയണ്ടെന്ന്. നന്നായി. ജീവിതത്തിൽ ആദ്യമായിട്ട് നീ എന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിച്ചു. മിടുക്കി. ഇങ്ങനെ വേണം ഭാര്യമാരായാൽ. ഇനി കാണുമ്പോ വിദ്യാലക്ഷ്മിയോട് പറഞ്ഞേക്ക്, ഭൂമി വാങ്ങാൻ ചാടി ഇറങ്ങുമ്പോ ആവശ്യത്തിനുള്ള പൈസ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന്. മോഹനകൃഷ്ണൻ വീടും സ്ഥലവും വാങ്ങാൻ ഇറങ്ങിയപ്പോ ഒരാളോടും 1 രൂപ പോലും കടം വാങ്ങിയിട്ടില്ല. വില്ലേജ് ഓഫീസർക്ക് ഒരു ധാരണയുണ്ട്, ലോകത്തിലെ ബുദ്ധിയുള്ള ഒരേ ഒരാൾ വില്ലേജ് ഓഫീസറാണ് എന്ന്. പക്ഷേ സത്യഭാമയും അത്ര മോശമല്ല എന്ന് ഇത്തവണ വില്ലേജ് ഓഫീസർക്ക് മനസ്സിലാകും. എന്നോടാ കളി. ഹലോ. സാറാ, ഞാനാണ് ഉത്തമേ. എന്താ ഉത്തമ? സാറേ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് സാറ് മറന്നുപോയാ? മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഉത്തമന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും വരട്ടെ സാറേ? എപ്പോ വേണമെങ്കിലും വരാം. രാവിലെ 9:48 വരെ ഞാനിവിടെ ഉണ്ടാവും. ശരി സാറേ, ഞാൻ ഒരു 1/2 മണിക്കൂറിനകത്ത് വരാം. ശരി. ആരായിരുന്നു മോഹനേട്ടാ? ഉത്തമൻ. എനിക്ക് തോന്നി എന്തോ കാര്യം ശരിയാക്കിയെന്ന് പറയുകയാണെങ്കിൽ അത് ഉത്തമന്റെ ആയിരിക്കുമല്ലോ. എന്താ വിഷയം? പോക്കുവരവോ പൊസിഷൻ സർട്ടിഫിക്കറ്റോ? രണ്ടുമല്ല. വേറെന്താണ്? ഭാമേ, നിനക്കൊരു ധാരണയുണ്ട്. വില്ലേജ് ഓഫീസിൽ നടക്കുന്ന 2 കാര്യങ്ങൾ പോക്കുവരവും കൈവശാവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കലുമാണ് എന്ന്. അത് തെറ്റാണ്. കരന്തരത്തിന്റെ രസീത് കൊടുക്കും ഇല്ലേ? വേറെയുമുണ്ട് കാര്യങ്ങൾ. വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷയുടെ മേലുള്ള അന്വേഷണം, അങ്ങനെ എന്തൊക്കെ. പക്ഷേ ഈ കാര്യങ്ങൾക്കൊന്നുമല്ല. അതിപ്പോ എന്താണെന്ന് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല. ഞാനെല്ലാം അറിഞ്ഞു സാറേ. ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞ പോരാ, ഈ നാടകം പ്ലാൻ ചെയ്തു തന്നെ ഈ സത്യഭാമയല്ലേ?
50,000 രൂപ ഞാൻ ചോദിച്ച് മോഹനേട്ടൻ തരില്ല. അതുകൊണ്ട് ഒരു വളഞ്ഞ വഴിക്കാണ് ഞാൻ സംഭവം ശരിയാക്കിയിരിക്കുന്നത്. അതൊന്നും പറയാതിരിക്കാൻ നല്ലത്. നീ മിനിങ്ങാന്ന് പൈസ ചോദിച്ചപ്പോൾ മുതൽ ഞാനൊരു വഴി ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ ഇന്നലെ രാവിലെ ഉത്തമനെ ഞാൻ സഹായത്തിന് വിളിച്ചു. വക്കീൽ ഇപ്പൊ ഞാൻ ഇതിനെന്തോ ചെയ്യാനെന്നേ. ഉത്തമ, വിദ്യാലക്ഷ്മിയുടെ അവസ്ഥ വലിയ കഷ്ടത്തില. 10-20 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങിയതാ. ഇപ്പൊ ഇതാ 2 ലക്ഷത്തിന് കുറവുണ്ട്. മറ്റന്നാൾ ആധാരം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത കാശ് മുഴുവനും പോവും. പക്ഷേ 2 ലക്ഷം രൂപ ഞാൻ വിചാരിച്ച എങ്ങനെ ഒപ്പിക്കാൻ വക്കീലേ? 2 ലക്ഷം രൂപ വേണമെന്ന് ആരാ പറഞ്ഞത്? അതിൽ 1.5 ലക്ഷം രൂപ പലരുന്നായി വിദ്യാലക്ഷ്മി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു 50,000 രൂപയുടെ കുറവുണ്ട്. 50,000 രൂപ ആയിരുന്നാലും എന്റെ എവിടെ നിന്ന്? ഉത്തമന്റെ കയ്യിലില്ല എന്ന് എനിക്കറിയാം. പക്ഷേ മോഹനകൃഷ്ണൻ സാറിന്റെ അടുത്തുണ്ടല്ലോ. സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ കാശുണ്ട്. പിന്നെ വക്കീൽ മോഹനേട്ടൻ സാറിന്റെ അടുത്ത് ചോദിച്ചാ പോരെ? അതുകൊണ്ട് കാര്യമില്ല ഉത്തമ. മോഹനേട്ടന് ആർക്കും 10 പൈസ പോലും കടം കൊടുക്കില്ല. ചോദിക്കുന്ന ഞാനാണെങ്കിൽ ഒരു കാരണവശാലും തരില്ല. എനിക്ക് വേണ്ടി ഉത്തമൻ മോഹനേട്ടനോട് ചോദിക്കാം. ഞാനാ 50,000 രൂപ സാറ് തരുന്നില്ല വക്കീലേ? ഉത്തമനാണെന്ന് പറഞ്ഞ് ചോദിക്കണ്ട. വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ സെന്റിമെന്റ്സ് മാത്രമേ വഴിയുള്ളൂ. ഉത്തമന്റെ ആർക്കെങ്കിലും അസുഖമാണ്, ഉടൻ ചികിത്സിച്ചില്ലെങ്കിൽ ആള് മരിച്ചു പോകുന്നു പറഞ്ഞേക്കണം. അതിന് മോഹനേട്ടൻ വീഴും. എന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. കുഴപ്പമുണ്ടാവില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം ഉത്തമ. ഉത്തമൻ എങ്ങനെയെങ്കിലും മോഹനേട്ടനെ കൊണ്ടൊന്ന് സമ്മതിപ്പിക്കണം. അടുത്ത കേസിന്റെ ഫീസ് കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാം. 1 മാസം ഉത്തമൻ പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ വക്കീലെ, എന്റെ ഒരു അമ്മാവ ക്യാൻസർ സെന്ററിൽ ഉണ്ട്. ആളിനിത്തിരി കൂടുതലാണ്. എന്നാലും അപ്പൊ അമ്മാവന്റെ പേര് തന്നെ പറയാല്ലേ? എങ്ങനെ? ഞാൻ ഒന്ന് നോക്കട്ടെ. ആള് മോനൊരു സാറായതുകൊണ്ട് 100% ഉറപ്പൊന്നും വിചാരിക്കണ്ട. ഉത്തമൻ വിചാരിച്ച നടക്കും. അങ്ങനെ ഞാൻ പറഞ്ഞതനുസരിച്ച് ഉത്തമൻ ഇന്നലെ മോഹനേട്ടനെ കണ്ടു കാണും. എന്തായാലും പൈസ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് മോഹനേട്ടൻ ഉത്തമനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉത്തമന്റെ കയ്യിൽ പൈസ കിട്ടിയാൽ 2 മിനിറ്റ് കൊണ്ട് എന്റെ കയ്യിൽ കിട്ടും. ഞാൻ അതുമായി 10 മണി കഴിയുമ്പോഴേക്കും ഓഫീസിലെത്തും. ഓക്കേ? ഹലോ ഉത്തമ, ഞാനാ. വക്കീലെ, സംഭവം റെഡി ആയിട്ടുണ്ട്. കാശ് സാറിന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാനൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഒക്കെ ഞാൻ അറിഞ്ഞു. എന്തായാലും വിദ്യാലക്ഷ്മിയുടെ മുന്നിൽ എന്റെ മാനം പോയില്ല. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല ഉത്തമ. മറക്കാൻ പാടില്ല വക്കീലെ. സാറിനെ കൊണ്ട് ഇത് സമ്മതിപ്പിക്കാൻ ഞാൻ എന്തെല്ലാം കള്ളം പറയേണ്ടി വന്നെന്നറിയാമോ? സാർ എന്നോട് പറഞ്ഞ വ്യവസ്ഥകൾ പറഞ്ഞ വക്കീല് ഞെട്ടും. ഇതിനേക്കാളും നല്ലത് എന്റെ കിടപ്പാടം വിറ്റ് കാശുണ്ടാക്കിയാൽ മതിയിരുന്നെന്ന് എനിക്ക് ഇപ്പൊ തോന്നിപ്പോയി. പോട്ടെ ഉത്തമ, എന്തായാലും കാര്യം നടന്നല്ലോ. പിന്നെ ഉത്തമൻ പൈസക്ക് ഇവിടെ വരുമ്പോ ഞാൻ ഒന്നും അറിയാത്ത ഭാവം കാണിക്കും. ഉത്തമൻ കരുതി നിന്നോളണം. അതൊക്കെ ഞാൻ ഏറ്റന്നേ. കാശ് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പുറകു വശത്തെ ഗേറ്റിന്റെ അവിടെ നിൽക്കാം. വക്കീല് അടുക്കള വാതിൽ വഴി അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കാശൊക്കെ തന്നേക്കാം. ഓക്കെ, ശരി. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വേണമെങ്കിൽ ബ്രോക്കർ വേണം. അമ്പോ, ഈ കാശിന്റെ കാര്യം സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് എങ്ങനെയാണെന്ന് എനിക്കേ അറിയൂ. അതിപ്പോ ഇത്രയും പണമൊക്കെ ഞാൻ ഉത്തമന് തരാന്ന് പറഞ്ഞാല് സത്യം പറയാലോ ഉത്തമ, ഞാൻ അങ്ങനെ ആർക്കും പൈസ കടം കൊടുക്കാറില്ല. അല്ല, അതെനിക്കറിയാം സാറേ. പക്ഷെ സാറ് ഞാൻ തമ്മിലുള്ള ബന്ധം അങ്ങനെയല്ലല്ലോ. സാറിന് എന്തായിരുന്നു എന്നെ വിശ്വസിക്കാമല്ലോ. കാശിന്റെ കാര്യത്തിൽ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കരുത് എന്നാണ് എന്റെ പ്രമാണം. അങ്ങനെ പറയില്ലേ സാറേ. ക്യാൻസർ ആശുപത്രി കിടക്കുന്ന എന്റെ അമ്മാവൻ ചെറുതിലെ എന്നെ അമ്മയെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. സത്യം പറഞ്ഞ 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് ഈ അമ്മാവന്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ്. അപ്പൊ പിന്നെ ഈ അമ്മാവനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ കടമയല്ലേ? നമ്മുടെ അല്ല, ഉത്തമന്റെ. അതെ, പക്ഷെ പെട്ടെന്നൊരു 50,000 രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കും സാറേ. അതുമല്ല, ഇത്രയും തുകയൊക്കെ എന്നെ വിശ്വസിച്ച് കടം തരായി നാട്ടിൽ ആരായിരിക്കുന്നത്? അതായത് നാട്ടിൽ ആർക്കും വിശ്വാസമില്ലാത്ത ഉത്തമനെ ഞാൻ വിശ്വസിക്കണം അല്ലേ? അല്ല, അങ്ങനെയല്ല സാറേ. അങ്ങനെയല്ല. സാറിന് ഇപ്പൊ എന്നെ എന്തായിരുന്നാലും വിശ്വസിക്കാമല്ലോ. ഒന്നുമല്ലെങ്കിൽ ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും സാറിന്റെ വീട്ടിൽ വരുന്ന ആളല്ലേ ഞാൻ. കൊള്ളാം. ഉത്തമൻ എല്ലാ ദിവസവും 2 പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് വന്നാൽ 50,000 രൂപ തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ സാറേ. എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്.
ഇനിയിപ്പോ ഞാൻ കാശ് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അമ്മ അവന്റെ ചികിത്സ മുടങ്ങും. ചികിത്സ മുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ എന്തായിരിക്കും പറയുന്നത്? അമ്മ അവനൊരു ആവശ്യം വന്നപ്പോ ഉത്തമൻ കൈ മലത്തി, നന്ദിയില്ലാത്തവൻ എന്ന് പറയൂല എന്റെ ബന്ധുക്കള്. അതൊന്നും എന്റെ പ്രശ്നമില്ല. ശരി, എന്നാ പിന്നെ സാറ് തരണ്ട. മോഹനേന് സാറിന്റെ അടുത്ത് ചോദിച്ചാൽ ഉറപ്പായിട്ടും കാശ് കിട്ടും. മരിക്കാൻ കിടക്കുന്ന ഒരാളിന്റെ കാര്യം പറഞ്ഞ സാറ് മുന്നും പിന്നും നോക്കാതെ സഹായിക്കും എന്നൊക്കെ ഞാൻ എന്റെ ബന്ധുക്കളോട് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത് തന്നെ. ഇനിയിപ്പൊ അവരുടെ അടുത്ത് പറയാം സാറ് പൈസ തരൂല എന്ന്. അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഉത്തമന്റെ അമ്മാവനെ സഹായിക്കാൻ ഞാൻ പൈസ തന്നില്ല എന്ന് ഉത്തമന്റെ ബന്ധുക്കളോട് പറഞ്ഞാൽ എനിക്കൊരു പുല്ലില്ല. പക്ഷെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്തവണത്തേക്ക് ഞാൻ പൈസ തന്നേക്കാം. പക്ഷേ എന്റെ ചില വ്യവസ്ഥകൾ ഉത്തമൻ പാലിക്കണം. എന്താണ് സാറേ? ഉത്തമന് എത്ര ദിവസത്തേക്കാണ് പണം വേണ്ടത്? 1 മാസത്തേക്ക് മതി. അടുത്ത കേസിന് ഫീസ് കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാമല്ലോ. കേസിന്റെ ഫീസ്? അല്ല, അതിപ്പോ ഞാൻ ഇപ്പോ ഓരോ ആൾക്കാർക്ക് സഹായം ചെയ്യുന്നതിനെ ഞാൻ കേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവര് തരുന്ന കമ്മീഷനെ ഞാൻ ഫീസ് എന്നും വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ശരി, അപ്പോ നാളെ രാവിലെ ഞാൻ ഉത്തമന് പണം തന്നിരിക്കും. 10-ാം തീയതി, അടുത്ത മാസം 10-ാം തീയതി ഞാൻ തരുന്ന പണവും സഹകരണ ബാങ്കിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട പലിശയും ചേർത്ത് തിരികെ തരണം. ശരി സാർ. ഉത്തമൻ ഒരു 100 രൂപയുടെ മുദ്രപത്രം വാങ്ങി എന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയതായും അടുത്ത മാസം 10-ാം തീയതി തിരികെ തരാമെന്നും എഴുതി തരണം. അതും തരാം സാറേ. ശരി. ഉത്തമന്റെ ഒരു ചെക്കിൽ അടുത്ത മാസം 10-ാം തീയതി വെച്ച് മുതലും പലിശയും ചേർത്തുള്ള തുകയും എഴുതി തരണം. അതും തരാം സാറേ. എന്നാ ഞാൻ പാട്ടാ. ഉത്തമൻ കൃത്യമായി പണം തന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ തമ്മിലുള്ള ഈ സൗഹൃദം ഉണ്ടാവില്ല. ഞാൻ കേസ് കൊടുത്തിരിക്കും. ഉത്തമൻ അകത്തും പോകും. ഞാൻ പണം തരാം സാറേ. അപ്പൊ ശരി, നാളെ രാവിലെ കാണാം. ദൈവമേ, സത്യങ്ങളൊന്നും മോഹനേഷ് സാർ ഒരിക്കലും അറിയല്ലേ. അറിഞ്ഞ എന്റെ അന്ത്യമായിരിക്കും. ഇത്രയും കാശുകൊണ്ട് കാര്യം ഇത് എവിടുന്നാ? ഇന്നലെ രാത്രി സ്റ്റേറ്റ് ബാങ്ക് കുത്തി തുറന്ന് മോഷ്ടിച്ചതാ. ഒരു കാര്യം ചോദിക്കുമ്പോ തമാശ പറയുന്ന മോഹനേട്ടനല്ലേ കുറച്ചു മുന്നേ പറഞ്ഞത്? ഇത് എവിടുന്ന് ഇത്രയും പൈസ? എവിടെന്നായിരിക്കും? മോഹനേട്ടൻ കൈക്കൂലി വാങ്ങാൻ തുടങ്ങിയോ? ഇത് ആരെന്ന പൈസയാ? മോഹനകൃഷ്ണന് ഇത്രയും പൈസ വേണമെങ്കിൽ കൈക്കൂലി വാങ്ങേണ്ട കാര്യമില്ല. ഞാൻ സത്യസന്ധമായി ജോലി ചെയ്തുണ്ടാക്കുന്ന പൈസ അനാവശ്യമായി ധൂർത്തടിക്കാതെ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. അതിൽ നിന്ന് എടുത്തതാ. എന്തായാലും ഇത്രയും പൈസ ആവശ്യം ഒരാൾക്ക് കൊടുക്കാൻ. ആർക്ക്? ഉത്തമന്. എന്തിനാ? ഉത്തമൻ എന്തോ ആവശ്യമുണ്ട്. എന്നോട് ഒരു 50,000 രൂപ കടം ചോദിച്ചു. ഉത്തമൻ എടുക്കാനായിട്ട് ഇന്നലെ ബാങ്കിൽ നിന്ന് എടുത്തതാ. കൊള്ളാം. ഞാനൊരു ആവശ്യത്തിന് 100 രൂപ ചോദിച്ചാൽ തരില്ല എന്ന് പറയുന്ന മോഹനേട്ടൻ ഉത്തമനൊരു ആവശ്യം വന്നപ്പോ 50,000 രൂപ. ഇതെവിടെ തന്നെയായോ മോഹനേട്ടാ? മോഹനേട്ടാ, കുറച്ചു മുന്നേ വിദ്യാലക്ഷ്മിക്ക് ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ എന്താ എന്നോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീയാണ് വിദ്യാലക്ഷ്മിയോട് പറഞ്ഞത് മോഹനേട്ടൻ പൈസ തരില്ല എന്ന്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? മോഹനേട്ടൻ തരില്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. ഉത്തമനൊരു ആവശ്യം വരുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അതറിയാമെങ്കിൽ വിദ്യാലക്ഷ്മിയോട് ഞാനും പറഞ്ഞേനെ പൈസ തരാന്ന്. ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. വിദ്യാലക്ഷ്മിക്ക് പണത്തിന്റെ ആവശ്യം ഭൂമി വാങ്ങാനാണ്. കയ്യിൽ ആവശ്യത്തിന് പണമില്ലാതെ ഭൂമി വാങ്ങാൻ പോയതേ തെറ്റാണ്. അഥവാ വാങ്ങിയേ പറ്റൂ എന്നുണ്ടായിരുന്നെങ്കിൽ കച്ചവടം കുറച്ചുകൂടി മാറ്റിവെക്കണമായിരുന്നു. പക്ഷെ ഉത്തമന്റെ ആവശ്യം അങ്ങനെയല്ല. ഉത്തമന്റെ അമ്മാവൻ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ്. പണം ഉണ്ടായിട്ട് അസുഖം വന്നാൽ മതി എന്ന് പറയാൻ പറ്റുമോ? പണം ഉണ്ടാകുന്നവരെ ചികിത്സ മാറ്റിവെക്കാനും പറ്റില്ല. അതല്ലല്ലോ മോഹനേട്ട ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ആർക്ക് പണം കടം കൊടുത്താലും അത് കടം കൊടുക്കലാണ്. വാങ്ങിക്കുന്നവന്റെ ആവശ്യം എന്താണെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. ആവശ്യം അന്വേഷിച്ചറിഞ്ഞ് കടം കൊടുക്കാൻ മോഹനേട്ടൻ ആരാ? സ്റ്റേറ്റ് ബാങ്കോ? ഞാൻ ആർക്കും പണം കടം കൊടുക്കാറില്ല. പക്ഷേ ഒരാൾക്കൊരു രോഗമെന്നറിയുമ്പോ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെയാ? രോഗം ഉണ്ടായാൽ രോഗിയുടെ വീട്ടുകാർ ചികിത്സിക്കണം. അതിന് മോഹനേട്ടൻ കാശ് ചെലവാക്കേണ്ട കാര്യം എന്താണ്? അവരുടെ പൈസ ഇല്ലാത്തോണ്ടല്ലേ എന്നോട് ചോദിച്ചത്.
അങ്ങനെ പൈസ ഇല്ലാത്ത എല്ലാവരെയും മോഹനേട്ടൻ സഹായിക്കുവോ? എനിക്ക് സാധ്യമെങ്കിൽ. ഓഹോ, എനിക്ക് വിദ്യാലക്ഷ്മി സഹായിച്ചൂടെ? അത് ചികിത്സക്ക് ചോദിച്ച പണമല്ലല്ലോ. രോഗികൾക്ക് മാത്രം സഹായം ചെയ്യാൻ മോഹനേട്ടൻ ആരാ? കാരുണ്യ ലോട്ടറി. മോഹനേട്ടാ, ഇതിലൊരു അന്യായമുണ്ട്. സഹകരണ ബാങ്കിൽ കിടക്കുന്ന പണം മോഹനേട്ടൻ്റെത് മാത്രമല്ല, ഞാൻ സമ്പാദിച്ച കാശും ഉണ്ട്. എന്റെ കൂട്ടുകാരിക്ക് ഒരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. മോഹനേട്ടന് വേണ്ടപ്പെട്ടവർക്ക് ആവശ്യം വരുമ്പോൾ അങ്ങ് എടുത്തു കൊടുക്കാം. ഇത് ന്യായമല്ല മോഹനേട്ടാ. സാറേ, ഉത്തമ വന്നല്ലോ. കാശ് കൊണ്ടുപോയി കൊടുത്ത് ഉത്തമന് മുന്നിൽ നല്ല പിള്ളയാവും. സാറേ, എനിക്കൊരു അവസരം കിട്ടും, അത് ഞാൻ ശരിയാക്കി തരാം. എന്നെ സമ്മതിക്കണം. ഇനിയിപ്പോ കാശ് എനിക്കാണെന്ന് ഉത്തമൻ പറഞ്ഞാൽ പോലും മോഹനേട്ടൻ വിശ്വസിക്കില്ല. അത്ര ഗംഭീര അഭിനയമല്ലായിരുന്നോ? സത്യഭാമേ, നീ ഇങ്ങനെ വക്കീലായിട്ടൊന്നും ജീവിക്കേണ്ട ആളല്ല. പേര് കേട്ട സിനിമ നടിയാവേണ്ടതാ. നമസ്കാരമുണ്ട് സാർ. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നല്ലോ. തീർച്ചയായും ആവശ്യക്കാരൻ ഉത്തമനായിരിക്കുമ്പോ പറഞ്ഞ സമയത്ത് വരും എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെയല്ല സാറേ, ഞാൻ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് വരുന്ന ആളാണ്. പിന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ മോഹനേഷ് സാറാണ് എന്റെ ഗുരു. സാറ് പറഞ്ഞ പോലെ ചെക്ക് ഒപ്പിട്ട മുദ്രപത്രങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ ശരിയാണെന്നുള്ള കാര്യം സാറ് എന്നെ നോക്കിക്കോ. അത് നോക്കാൻ വരട്ടെ. ഇത് ഉത്തമന് തരാൻ വേണ്ടി ഇന്നലെ ഞാൻ സഹകരണ ബാങ്കിൽ എടുത്ത 50,000 രൂപയാണ്. ഞാൻ ഈ കാര്യം ഭാമയോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഞാനും ഉത്തമനും തമ്മിലുള്ള പരിചയത്തിന്റെ പേരിൽ ഞാൻ ഉത്തമന് പൈസ തരുന്ന കാര്യം ഭാമയോട് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇപ്പൊ ഞാൻ ഈ പൈസ എന്നെ കൊണ്ടിരുന്നപ്പോ ഭാമ ഇത് കണ്ടു. ഇത്രയും പൈസ എന്തിനാ എന്നായി അവൾ. ഞാനൊരു ഗാന്ധിയനായതുകൊണ്ട് സത്യം പറഞ്ഞില്ലേ പറ്റൂ. ഇത് ഉത്തമന്റെ അമ്മാവന്റെ ചികിത്സാ സഹായത്തിനായി ഉത്തമന് പണം കൊടുക്കുകയാണെന്ന സത്യം ഞാൻ പറഞ്ഞു. അങ്ങനെയല്ലേ ഉത്തമ? അതെ സാർ. അപ്പൊ ഇവൾ എന്നോട് പറയുക ഇവളുടെ കൂട്ടുകാരി വിദ്യാലക്ഷ്മിക്ക് ഭൂമി വാങ്ങുന്നതിനായി പണം തികയാതിരിക്കുകയാണെന്നും വിദ്യാലക്ഷ്മിക്കും പണം കടം കൊടുക്കണം എന്നും. ഓ, അത് ശരി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളുടെ ചികിത്സയ്ക്ക് പണം കടം കൊടുക്കുന്നത് ഒരു കാരുണ്യ പ്രവൃത്തിയാണ്, അതുപോലല്ല ഭൂമി വാങ്ങാൻ കടം കൊടുക്കുന്നത് എന്ന്. അത് കറക്റ്റാണ് സാറേ. കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. അല്ല, കാരുണ്യ പ്രവർത്തനങ്ങളാണ് ആദ്യം നടക്കേണ്ടതെന്ന് ഞാൻ പറയുകയായിരുന്നു. അവിടം വരെ എന്റെ ഭാഗത്തായിരുന്നു ന്യായം. അപ്പൊ ഭാമ പറയുകയാണ്, സഹകരണ ബാങ്കിൽ കിടക്കുന്ന പൈസ എന്റെ മാത്രമല്ല, ഇവൾ സമ്പാദിച്ച പൈസ കൂടി ഉണ്ടെന്ന്. ഇവളുടെ കൂട്ടുകാരിക്ക് കൊടുക്കാത്ത പൈസ എന്റെ പരിചയക്കാരനായ ഉത്തമന് കൊടുക്കുന്നത് മര്യാദയല്ല എന്ന്. അങ്ങനെയല്ലേ ഭാമ പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതാണല്ലോ ന്യായം അല്ലേ? നീ പറഞ്ഞതാണ് ന്യായം. നിന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമായ പണം നിന്നോട് ചോദിക്കാതെ ഉത്തമന് കൊടുക്കാൻ തീരുമാനിച്ചത് ശരിയായില്ല. ന്യായം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് ഈ പണം ഉത്തമന് തരാൻ നിവർത്തിയില്ല. അയ്യോ അങ്ങനെ പറയില്ലേ. അങ്ങനെ പറയൂ. ഈ പണം ഞാൻ ഉത്തമന് തന്നാൽ അത് ഞാൻ എന്റെ ഭാമയോട് കാണിക്കുന്ന തെറ്റായി പോവും. അതുകൊണ്ട് അമ്മാവന്റെ ചികിത്സയ്ക്കായി ഉത്തമൻ വേറെ വഴി നോക്കുന്നതാണ് നല്ലത്. വക്കീലിൽ നിന്ന് എന്തിന്റെ സൂക്കേടായിരുന്നു? എന്തുമാത്രം പാടുപെട്ടിരുന്നറിയോ സാറിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്? മോഹനേട്ടനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്തിരി അഭിനയിച്ചതാ. അഭിനയിക്കാൻ വക്കീലാര് സിനിമ ആടിയാ? ഇനിയിപ്പോ അനുഭവിച്ചോ. പിന്നെ വക്കീലെ, ഈ കേസിൽ ഇനി എന്നെ വിളിക്കരുത്. ഈ പരിപാടി മൊത്തം കലക്കിയത് വക്കീലാണ്. ഞാൻ പോണു. നിക്ക്, ഞാൻ മോഹനോട് ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. അഭിനയിച്ചതാണ് പോലും, അത് കൊള്ളാല്ല. മോഹനേട്ടാ, അല്ല എന്തായാലും ഉത്തമം വന്നില്ലേ? ഇനിയിപ്പോ പൈസ ഇല്ലാന്ന് പറയുന്ന മര്യാദയല്ലല്ലോ. നിന്റെ കൂടി പൈസ അല്ലേ ഭാമയത്? അത് ഞാൻ നിന്റെ അനുവാദമില്ലാതെ എങ്ങനെ കൊടുക്കും? അതൊക്കെ ഞാൻ സമ്മതിച്ചു. പറഞ്ഞു വരുമ്പോ ചികിത്സക്ക് പണം കൊടുക്കുന്നത് ഒരു കാരുണ്യ പ്രവർത്തനമാണല്ലോ. നമുക്ക് അത് മതി. വിദ്യാലക്ഷ്മി വേറെ ആരോടെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുമല്ലോ.
അല്ല, പക്ഷെ നിന്റെ അനുവാദം കൂടാതെ കൊടുത്താൽ? ഞാൻ അനുവദിച്ചു. ആ ഇനി മാറ്റി പറയരുത്. ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല, മോഹനേട്ടൻ തന്നെ കൊടുത്താൽ മതി. ഉത്തമൻ അത് വളരെ സന്തോഷാവും. കൊടുക്കുന്നത് ഉത്തമനായിരുന്നെങ്കിൽ ഞാൻ തന്നെ കൊടുത്തേനെ. ഇതിപ്പോ ഞാൻ ഉത്തമന്റെ കയ്യിൽ കൊടുത്താലും ഉത്തമൻ നിന്റെ കൈ കൊണ്ടുതരും. അപ്പൊ പിന്നെ ഞാൻ തന്നെ നേരിട്ട് തരുന്നില്ല എന്റെ ശരി. അല്ല, മതി. പറയാവുന്നിടത്തോളം കള്ളം നീ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും കള്ളം പറഞ്ഞാൽ നീ നരകത്തിൽ പോകും. അയ്യോ. ഉത്തമന്റെ അമ്മാവന്റെ കാര്യത്തിനല്ല, സ്വന്തം അമ്മയുടെ കാര്യത്തിനാണെങ്കിൽ പോലും എന്നോട് 50,000 രൂപ ചോദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ്. ചോദിച്ചു വന്നപ്പോ ഉത്തമന്റെ നാവൊന്ന് പിഴയ്ക്കുകയും ചെയ്തു. പക്ഷെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്തവണത്തേക്ക് ഞാൻ പൈസ തന്നേക്കാം. പക്ഷേ എന്റെ ചില വ്യവസ്ഥകൾ ഉത്തമൻ പാലിക്കണം. എന്താണ് സാറേ? ഉത്തമന് എത്ര ദിവസത്തേക്കാണ് പണം വേണ്ടത്? 1 മാസത്തേക്ക് മതി. അടുത്ത കേസിന് ഫീസ് കിട്ടുമ്പോ ഞാൻ തിരിച്ചു തരാമല്ലോ. കേസിന്റെ ഫീസ്? അല്ല, അതിപ്പോ ഞാൻ ഇപ്പോ ഓരോ ആൾക്കാർക്ക് സഹായം ചെയ്യുന്നതിനെ ഞാൻ കേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവര് തരുന്ന കമ്മീഷനെ ഞാൻ ഫീസ് എന്നും വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. കുറച്ചു മുമ്പ് ഞാൻ ഫോൺ വെച്ചിട്ട് പോയപ്പോ നീ വിദ്യാലക്ഷ്മിയോട് ഫോണിൽ സംസാരിച്ചതും അത് കഴിഞ്ഞ് നീ ഉത്തമനെ വിളിച്ചതും ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. അല്ല, സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ വേറൊരാളെ കൊണ്ട് കള്ളം പറയിപ്പിക്കും. സോറി, മോഹനേട്ടൻ തന്നില്ലെങ്കിലോ എന്ന് ഓർത്ത് ചെയ്തു പോയതാ. വിദ്യാലക്ഷ്മി കരഞ്ഞു ചോദിച്ചു, അതുകൊണ്ടാ. പിന്നെ ഭാമേ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിത അഭിനയം പാടില്ല. നീ ശരിക്കും ഓവറായിരുന്നു. അഭിനയം സ്വാഭാവികമായിരിക്കണം. വിലാപിസിലൂടെയല്ലേ ജീവിക്കുന്നത്, എല്ലാം കുറച്ച് ഓവറായിരിക്കും. മോഹനകൃഷ്ണൻ എടുത്തുചാട്ടക്കാരനും ദുർവാശിക്കാരനുമായിരിക്കാം. പക്ഷേ ആള് ബുദ്ധിമാൻ കൂടിയാണെന്നുള്ളതാണ് സത്യം. അത്ര എളുപ്പത്തിൽ പറ്റിക്കാവുന്ന ഒരാളല്ല തന്റെ ഭർത്താവെന്ന് സത്യഭാമ ഇനിയും തിരിച്ചറിയാത്തതാണ് ഇവിടെ അബദ്ധമാകുന്നത്. സത്യഭാമയുടെ തന്ത്രത്തെ മറുതന്ത്രം കൊണ്ട് തോൽപ്പിച്ച വില്ലേജ് ഓഫീസറെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.